ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാച്ച്ഡ് ഫിൽറ്ററിൻ്റെ പ്രോപ്പർട്ടീസാണ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാച്ച്ഡ് ഫിൽറ്റർ എന്താണെന്ന്, അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ഇമ്പൾസ് റെസ്പോൺസും ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. സോ ഈ ഒരു ലെക്ചർ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിന് മുമ്പിട്ട മാച്ച്ഡ് ഫിൽറ്റർ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കാരണം അത് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഞാൻ അതിനകത്ത് പറഞ്ഞ ഇക്വേഷൻസ് ഒന്നും ഇവിടെ കൂടുതൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ ആ ഒരു ബ്ലോക്ക് ഡയഗ്രാം നിങ്ങൾ ഓർക്കുന്നെന്ന് വിചാരിക്കുന്നു. മാച്ച്ഡ് ഫിൽറ്റർ ഉണ്ടായിരുന്നു. ആ മാച്ച്ഡ് ഫിൽറ്ററിൻ്റെ അതൊരു ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം ആയിരുന്നു. ആ മാച്ച്ഡ് ഫിൽറ്ററിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് h(t) ആയിരുന്നു. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ കമ്പോണൻ്റ് എന്തായിരുന്നു? g(t) ആയിരുന്നു അല്ലേ. നമുക്ക് ആ മാച്ച്ഡ് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന സാമ്പിൾഡ് സിഗ്നൽ കമ്പോണൻ്റ് എന്തായിരുന്നു? g(T) ആയിരുന്നു. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടീസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നതിന് മുമ്പ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇക്വേഷൻ വെച്ച് തുടങ്ങാം. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മാച്ച്ഡ് ഫിൽറ്ററിൻ്റെ ഈ ഇമ്പൾസ് റെസ്പോൺസ് എന്താണെന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തത്. എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് ആ ഇൻപുട്ടിനെ റിവേഴ്സ് ചെയ്തിട്ട് ഒരു ടൈം ഡിലേയും കൂടി കൊടുക്കണം. അതായിരിക്കും ഈ ഇമ്പൾസ് റെസ്പോൺസ് h(t) എന്ന് പറഞ്ഞാൽ. സോ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ മാച്ച്ഡ് ഫിൽറ്റർ, ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ മാച്ച്ഡ് ഫിൽറ്റർ h(t) വി ഓൾറെഡി ഡിറൈവ്ഡ് ഇറ്റ് ആസ് k എന്ന് പറയുന്ന ഒരു സ്കെയിലിംഗ് ഫാക്ടറാണ്. ഓക്കെ, ഇൻറ്റു ഇഫ് g(t) ആണ് ഇൻപുട്ട് എങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്, t മൈനസ് t. Sorry, it is t minus t. Yeah. So this was the impulse response which we derived. ഇനി ഈ ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ഫ്രീക്വൻസി ഡൊമൈനിലുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിനെ h(f) എന്നായിരുന്നു ഡിനോട്ട് ചെയ്തത്, k ഇൻറ്റു g*(f). ഇതും ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്തതാണ് ഈ ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് അറിയാം, എക്സ്പൊണൻഷ്യൽ മൈനസ് j(2π)f(t). ഓക്കെ, നൗ ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇത് സിഗ്നൽ കമ്പോണൻ്റ് ആണ് ഇൻപുട്ടിലുള്ളത്. ഇത് ഔട്ട്പുട്ട് സിഗ്നൽ കമ്പോണൻ്റ് ആണ്. ഈ ഔട്ട്പുട്ട് സിഗ്നൽ കമ്പോണൻ്റ് g(t) എങ്ങനെയാണ് നമുക്ക് ശരിക്കും കിട്ടുന്നത്? g(t) നമുക്ക് g(t) മൾട്ടിപ്ലൈഡ് ബൈ കൺവല്യൂട്ടഡ് വിത്ത് h(t) എന്ന് കിട്ടും അല്ലേ. മാച്ച്ഡ് ഫിൽറ്റർ ഒരു ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റമാണ്. സോ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു ഇൻപുട്ട് കൺവല്യൂട്ടഡ് വിത്ത് ദ ഇമ്പൾസ് റെസ്പോൺസ്. ഓർ g(f) എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡൊമൈനിൽ എഴുതുമ്പോൾ എന്താ പറ്റുന്നത്? കൺവല്യൂഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും ഫ്രീക്വൻസി ഡൊമൈനിൽ h(f) എന്ന് എഴുതാം. സോ ആ ഒരു ഇക്വേഷനും കൂടി ഞാനിവിടെ എഴുതുവാണ്. ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, ആ ഡെറിവേഷൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട്. This is equal to h(f) into g(f). Okay, now you mark this as equation number 1 and this as equation number 2. Okay, now you substitute 1 in 2. Okay, substitute 1 in the second equation. അപ്പോൾ എന്താ കിട്ടുന്നത്? സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? g(f) is equal to h(f)ന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് k ഇൻറ്റു കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് g(f). ഓക്കെ, ഇൻറ്റു നമ്മൾ ഇവിടെ ഓൾറെഡി ഒരു g(f) ഉണ്ട് അല്ലേ. ഇപ്പോൾ h(f) ഇങ്ങനെ എഴുതാം. h(f)ന് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ h(f) ഫ്രം ദിസ് ഇക്വേഷൻ ഇൻറ്റു എക്സ്പൊണൻഷ്യൽ മൈനസ് j(2π)ft into this g(f). Okay, that is equal to k times ini g(f) multiplied by g(f) can be written as g(f) mod square എന്ന് എഴുതാം. കാരണം g(f) കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അതൊരു കോംപ്ലക്സ്, ഒരു റിയൽ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു റിയൽ ഫംഗ്ഷനാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ഈ രണ്ട് ഫംഗ്ഷൻ കൂടി കമ്പൈൻ ചെയ്ത് വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, മൾട്ടിപ്ലൈഡ് ബൈ വാട്ട്? എക്സ്പൊണൻഷ്യൽ മൈനസ് j(2π)f(t). ഇതാണ് എന്ത്? g(f) എന്ന് പറയുന്നത്.
സോ ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി എഴുതാം. ഇനി നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി സ്റ്റേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി സ്റ്റേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് ഇതെന്താണ്, ഔട്ട്പുട്ട് സിഗ്നൽ ആണല്ലേ, ശരിയല്ലേ? മാച്ച്ഡ് ഫിൽറ്ററിന് ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു, അന്നേരം ഔട്ട്പുട്ടിലുള്ള സിഗ്നൽ കമ്പണൻ്റ് ആണ് ഇത്, ഔട്ട്പുട്ട് സിഗ്നലാണ്. അപ്പോൾ ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഇവിടെ എന്തിന് പ്രപ്പോർഷണലാണ്? ഈ ഒരു ടേം അല്ലേ, ഈ ഒരു ടേമിന് പ്രപ്പോർഷണൽ ആണെന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ എന്താണ്, സ്പെക്ട്രം ആണ് അല്ലേ, ഫ്രീക്വൻസി ഡൊമൈനിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ സ്പെക്ട്രം ഓഫ് ദ output signal. This is proportional to, we can say this is proportional to this term. Okay, this is G of f mod square. ഇതെന്താണെന്നറിയാവോ, എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ ആണ്. ഓക്കെ, ജി ഓഫ് ടി ആണ് ഇൻപുട്ട് സിഗ്നൽ. ഇതിൻ്റെ സ്പെക്ട്രം എന്ന് പറയുമ്പം ജി ഓഫ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പെക്ട്രത്തിൻ്റെ മോഡ് സ്ക്വയർ എടുക്കുവാണെങ്കിൽ ഈ ഒരു ടേം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദിസ് ഈസ് ദ എനർജിയാണ് തരുന്നത് മോഡ് സ്ക്വയറിന്. എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി ആണ് ഈ മോഡ് സ്ക്വയർ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, എന്തിൻ്റെ, ഇൻപുട്ട് സിഗ്നലിൻ്റെ എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റിയാണ്. ജി ഓഫ് ടി എന്തായിരുന്നു, ഇൻപുട്ട് സിഗ്നൽ ആയിരുന്നു. നമുക്കിവിടെ പറയാൻ പറ്റും സ്പെക്ട്രം ഓഫ്, സോ ദിസ് ഈസ് ദ പ്രോപ്പർട്ടി. സോ പ്രോപ്പർട്ടി ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ്, ഫസ്റ്റ് പ്രോപ്പർട്ടി ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ്, LHS എന്ന് പറയുന്നത് എന്താണ്, സ്പെക്ട്രം ഓഫ് ദ ഔട്ട്പുട്ട് സിഗ്നൽ, സ്പെക്ട്രം ഓഫ് ദ ഔട്ട്പുട്ട് സിഗ്നൽ ഓഫ് a matched filter, of a matched filter is proportional to this term, right? ഈ ടേം എന്ന് പറയുന്നത് എന്താണ്, it is proportional to the energy spectral density ഓഫ് ജി ഓഫ് ആണല്ലേ. ഈ നോട്ടാണ് ശരിക്കും ഔട്ട്പുട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതെന്തിൻ്റെയാണ്, ഇൻപുട്ട് സിഗ്നലിൻ്റെ ആണ് അല്ലേ. എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ. പക്ഷേ ഈ ഒരു ടേം ഉണ്ടല്ലേ, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദിസ്. പക്ഷേ ഈ ഒരു ടേം ഉണ്ട്, അതെന്ന് പറഞ്ഞാൽ ശരിക്കും എക്സ്പൊണൻഷ്യൽ ടേം. ഈ ഒരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലേ ഫാക്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഡിലേ ഡിനോട്ട് ചെയ്യുന്ന ഫാക്ടറാണ്, ഡിലേ ഫാക്ടർ എന്ന് പറയും. സോ എക്സെപ്റ്റ് ഫോർ ദിസ് ടേം, ഈ ഒരു ടേം ഒഴിച്ചാൽ ഇതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. സോ ദിസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി എക്സെപ്റ്റ് ഫോർ ദാറ്റ് ടൈം ഡിലേ ഫാക്ടർ. ആ ടൈം ഡിലേ ഫാക്ടർ ആ എക്സ്പൊണൻഷ്യൽ ടേം ആണ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി. നൗ വി വിൽ ഗോ ഇൻ ടു ദ സെക്കൻഡ് പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി സ്റ്റേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് എടുത്തിട്ട് നമുക്കതിനെ സ്റ്റേറ്റ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെക്കൻഡ് പ്രോപ്പർട്ടി. ഈ സെക്കൻഡ് പ്രോപ്പർട്ടി മാത്രം പ്രൂഫായിട്ടൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പം ഒന്നുകൂടി ആ ഒരു മാച്ച്ഡ് ഫിൽറ്റർ അല്ലേ, മാച്ച്ഡ് ഫിൽറ്ററിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് ടി ആണ്, ഇൻപുട്ട് സിഗ്നൽ ജി ഓഫ് ടി ആണ്, ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ജി നോട്ട് ഓഫ് ടി ആണ്. അപ്പോൾ ഞാൻ ആ മാച്ച്ഡ് ഫിൽറ്ററിൻ്റെ ഇനിഷ്യൽ ഡെറിവേഷനിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജി നോട്ട് ഓഫ് ടി കിട്ടണമെങ്കിൽ ജി ഓഫ് ടി കൺവല്യൂട്ടഡ് വിത്ത് എച്ച് ഓഫ് ടി ആണ്. ഓക്കെ, ഓർ ഫ്രീക്വൻസി ഡൊമൈനിൽ ജി നോട്ട് ഓഫ് എഫ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഇൻറ്റു എച്ച് ഓഫ് എഫ് ആണ്. നൗ നമുക്ക് ജി നോട്ട് ഓഫ് ടി, ഓക്കെ, ജി നോട്ട് ഓഫ് ആ സാമ്പിൾഡ് ഔട്ട്പുട്ട്, ഇതിനെ സാമ്പിൾ ചെയ്യുവാണ് ക്യാപിറ്റൽ ടി എങ്കിൽ അതെന്ന് പറയുന്നത് ശരിക്കും എന്തിൻ്റെ, ഈ ജി നോട്ട് ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജി നോട്ട് ഓഫ് എഫ്, ഓക്കെ, ഇതിൻ്റെ ശരിയല്ലേ, ഇതിൻ്റെ ഇൻവേഴ്സ് ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് ഇത്, ഇതിൻ്റെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ആണ് ഇതെന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ ജി നോട്ട് ഓഫ് ടിയെ ജി നോട്ട് ഓഫ് എഫിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ജി നോട്ട് ഓഫ് ടിയെ ജി നോട്ട് ഓഫ് എഫിൽ നിന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എടുത്താൽ മതി അല്ലേ. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ്പൊണൻഷ്യൽ ജെ 2π എഫ്. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ടി യൂസ് ചെയ്തുകൊണ്ട് ഇവിടെയും ക്യാപിറ്റൽ ടി. ഓക്കെ, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എഴുതാം. ഈ ഒരു ഇക്വേഷൻ ഒന്നുകൂടി ഇവിടെ എഴുതുവാണ്. ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിറൈവ് ചെയ്തതൊന്ന് വേഗം പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. സോ നമുക്ക് പറയാം ജി നോട്ട് ഓഫ് ക്യാപിറ്റൽ ടി. മാച്ച്ഡ് ഫിൽറ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണിത്. ആ ഫൊറിയർ ട്രാൻസ്ഫോമിൽ നിന്ന് ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് ടൈം ഡൊമൈനിലെ സിഗ്നൽ കിട്ടും. എക്സ്പൊണൻഷ്യൽ വാട്ട് ജെ 2π എഫ് ടി.
ഇതാണ് കിട്ടിയിരിക്കുന്നത്. നൗ യു മാർക്ക് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 1. സോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? മാച്ച്ഡ് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടാണ്. ഓക്കെ, ജി നോട്ട് ഓഫ് ടി ഇസ് നത്തിങ് ബട്ട് ദ മാച്ച്ഡ് ഫിൽറ്റർ ഔട്ട്പുട്ട് അറ്റ് ദ ടൈം ക്യാപിറ്റൽ ടി. അന്നേരമുള്ള മാച്ച്ഡ് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടാണിത്. ഓക്കെ, നൗ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ആ മാച്ച്ഡ് ഫിൽറ്റർ ഡിറൈവ് ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഡിഫൈൻ ചെയ്തിരുന്നു. ദറ്റ് ഈസ് ജി നോട്ട് ഓഫ് എഫ്, ഓക്കെ, ഇസ് ഈക്വൽ ടു ഓർ ഇതിപ്പോൾ ആ ഇക്വേഷൻ എഴുതുന്നില്ല. ബിഫോർ റൈറ്റിംഗ് ദാറ്റ് ഇക്വേഷൻ ലെറ്റ് മീ റൈറ്റ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി. നമ്മൾ ഈ പ്രോപ്പർട്ടി ഡിറൈവ് ചെയ്തില്ലേ, ഫസ്റ്റ് പ്രോപ്പർട്ടി ഡിറൈവ് ചെയ്ത് ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സോ ഫ്രം ദ ഫസ്റ്റ് പ്രോപ്പർട്ടി വി ഓൾറെഡി ഗോട്ട്, നമുക്ക് എന്താ കിട്ടിയത്? ഫസ്റ്റ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ജി നോട്ട് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താണെന്നാണ് കിട്ടിയത്? കെ ഇൻറ്റു ജി ഓഫ് എഫ് മോഡ് സ്ക്വയർ എക്സ്പോണൻഷ്യൽ ജെ 2 എഫ് ടി. ഓക്കെ, ഇത് കിട്ടി. ഓക്കെ, ദർ വാസ് ആൻ you got this equation. Now g naught of f into, ഓക്കെ, ഈ എക്സ്പോണൻഷ്യൽ ടേമിനെ ഞാൻ എൽ എച്ച് എസിലേക്ക് കൊണ്ടുവരുവാണ്. എന്താണ് ഈ എക്സ്പോണൻഷ്യൽ ടേമിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പോൾ എന്തിവിടെ കിട്ടും? എക്സ്പോണൻഷ്യൽ, ഇവിടെ പ്ലസ് ആണ്, എൽ എച്ച് എസിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് ആവും അല്ലേ? ഐ തിങ്ക് ഇവിടെ ഇവിടെ ഒരു മൈനസ് ടേം ഉണ്ടായിരുന്നു അല്ലേ? അതായിരുന്നു. സോ ഇവിടെ ദർ ഇസ് എ നെഗറ്റീവ് ടേം. ഓക്കെ, അപ്പോൾ ആ നെഗറ്റീവ് ടേമിനെ നമ്മൾ എൽ എച്ച് എസിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് പോസിറ്റീവ് ആവും. സോ ഇറ്റ് വിൽ ബി ജെ 2 എഫ് ടി. ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് എക്സ്പോണൻഷ്യൽ ആ ഡിലേ ഫാക്ടർ, ഞാൻ ടൈം ഡിലേ ഫാക്ടർ എൽ എച്ച് എസിലേക്ക് കൊണ്ടുവന്നു. സോ റൈറ്റ് സൈഡിൽ കെ ഇൻറ്റു ജി ഓഫ് എഫ് മോഡ് സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, now you mark this as equation number 2. ഇനി ഈ ഇക്വേഷൻ 2 എടുത്തിട്ട് 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1, ബിക്കോസ് ഈ ഒരു ഇക്വേഷൻ അല്ലേ, ഈ ഒരു ഇതിന് നമുക്കിവിടെ കിട്ടിയത് ഇതാണ് അല്ലേ? സി ദിസ് ഈസ് ദ എൽ എച്ച് എസ്. ഇക്വേഷൻ 1ൻ്റെ എൽ എച്ച് എസ് ആണ് ഇത്. അപ്പോൾ ആ 2ൽ ഈ 2 എടുത്ത് 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? 1ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ജി നോട്ട് ഓഫ് ടി ഇസ് ഈക്വൽ ടു -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഓക്കെ, നൗ വാട്ട് ഈസ് ദിസ് ടേം? ഈ ടേം എന്ന് പറയുന്നത് എന്താണ് നമുക്കിവിടെ കിട്ടിയത്? കെ ഇൻറ്റു ജി ഓഫ് എഫ് മോഡ് സ്ക്വയർ ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ജി ഓഫ് എഫ് മോഡ് സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. നൗ അക്കോർഡിംഗ് ടു റെയ്ലീസ് തിയറം, ഓക്കെ, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ പലപ്പോഴും പല സബ്ജക്റ്റുകളും ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. അക്കോർഡിംഗ് ടു റെയ്ലീസ് തിയറം, ഓക്കെ, ഒരു സിഗ്നലിൻ്റെ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ആ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ഡൊമൈനിൽ ഇതെടുത്തു, അതിൻ്റെ മോഡ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആ സിഗ്നലിൻ്റെ എനർജി ആയിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ ഗീവ് യു എനർജി ഓഫ് ദാറ്റ് സിഗ്നൽ. ഓക്കെ, ഇൻ്റഗ്രൽ മോഡ് ആ ഫ്രീക്വൻസി സ്പെക്ട്രത്തിൻ്റെ മോഡ് സ്ക്വയർ വാല്യൂ എടുത്ത് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? എനർജി ആയിരിക്കും, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഇ. സോ ഈ ഇക്വേഷൻ എന്താകും? g naught of t. So the this equation becomes g naught of capital T is equal to -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി g. ഇതെന്ന് പറയുന്ന ഇ ആണല്ലേ. അപ്പം കെ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ കെ പുറത്തെടുത്തു. ബാക്കി ടേം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇവിടെ ഒരു ഡി എഫ് ഉണ്ട്. ഓക്കെ, ഹിയർ ദർ ഇസ് എ ഡി എഫ്. ഓക്കെ, അത് നമ്മൾ ഇ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, എനർജി എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സി ഐ തിങ്ക് ഇവിടെ ഒരു ഇൻ്റഗ്രലിന് ഇവിടെ ഒരു ഡി എഫ് ഉണ്ടായിരുന്നു. ഇൻ്റഗ്രൽ അല്ലേ, ഡി എഫ്, അതാണ് ഇവിടെ ഡി എഫ് ആയിട്ട് വന്നത്. ഓക്കെ, സോ അതിന് നമ്മൾ എനർജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദറ്റ് ഈസ് കെ ഇൻറ്റു ഇ എന്ന് കിട്ടി. അപ്പോൾ എന്താണ് കിട്ടിയത്? ജി നോട്ട് ഓഫ് ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇ എന്ന് കിട്ടി. അതവിടെ നിൽക്കട്ടെ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മാച്ച്ഡ് ഫിൽറ്റർ പഠിച്ചപ്പോൾ അവിടെ വേരിയൻസ് ഓഫ് ദ നോയ്സ് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വേരിയൻസ് ഓഫ് ദ നോയ്സ് എന്തുമായിരുന്നു നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടിയത്? n0/2. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഈ ഒരു ഇക്വേഷൻ ഞാൻ അവിടെ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ആ ഒരു ലെക്ചർ കണ്ടാൽ മതി. ഇതിൻ്റെ തൊട്ട് പ്രീവിയസ് ലെക്ചറിൽ നമ്മളിത് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദറ്റ് മീൻസ് നോയ്സിൻ്റെ ആ വേരിയൻസ്, മീൻ സ്ക്വയർ വാല്യൂ ഓഫ് ദ നോയ്സ്, ഇത് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നൗ യു മാർക്ക് ദിസ് ആസ്, ഇതിനകത്ത് നമുക്ക് ഈ കിട്ടിയതിനെ, ഓക്കെ, ഇക്വേഷൻ നമ്പർ 2. നൗ യു മാർക്ക് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ആൻഡ് ഓൾസോ yesterday in the last class
വി ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ എച്ച് ഓഫ് എഫ് അല്ലേ, മാച്ച്ഡ് ഫിൽറ്ററിൻ്റെ ആ ഒരു ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ഫ്രീക്വൻസി ഡൊമൈൻ ഇക്വേഷൻ നമ്മൾ ഇതും ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കെ ഇൻറ്റു ജി സ്റ്റാർ ഓഫ് എഫ് ഇൻറ്റു എക്സ്പൊണൻഷ്യൽ മൈനസ് ജെ 2 പൈ എഫ് ടി എന്നുണ്ട്. ഇതിനെ ഇക്വേഷൻ നമ്പർ 4 എന്ന് എഴുതാം. Now you substitute, okay, now you substitute 4 in this 3. Substitute 4 in 3. അപ്പോൾ എന്താ കിട്ടുന്നത്? മീൻ സ്ക്വയർ വാല്യൂ ഓഫ് ദ നോയിസ് എൻ സ്ക്വയർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എൻ നോട്ട് ബൈ 2, ഓക്കെ, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇൻസ്റ്റെഡ് ഓഫ് എച്ച് ഓഫ് എഫ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മോഡ് സ്ക്വയറിനകത്ത് ആണ് വരുന്നത്. മോഡ് എച്ച് ഓഫ് എഫ് എന്താണ്? കെ ഇൻറ്റു ജി സ്റ്റാർ ഓഫ് എഫ് ഇൻറ്റു എക്സ്പൊണൻഷ്യൽ മൈനസ് ജെ 2 പൈ എഫ് ടി, ഓക്കെ, മോഡ് സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, നൗ ജി സ്റ്റാർ ഓഫ് എഫ് ഒരു റിയൽ സിഗ്നലാണ്. അപ്പോൾ അതിൻ്റെ കോംപ്ലക്സ് ഇവിടെ ജി സ്റ്റാർ ഓഫ് എഫ് മോഡ് നമ്മൾ ഈ സ്ക്വയർ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കെയ്ക്ക് ഒരു സ്ക്വയർ വരും, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അതിലേക്ക് പുറത്തേക്ക് എഴുതാം. ഈ ജി സ്റ്റാർ ഓഫ് എഫിൻ്റെ മോഡ് സ്ക്വയർ കൊടുക്കുമ്പോൾ, ഓക്കെ, മോഡ് സ്ക്വയർ കൊടുക്കുമ്പോൾ അത് ജി ഓഫ് എഫ് മോഡ് സ്ക്വയർ തന്നെയാണ്. ബിക്കോസ് ഒരു റിയൽ വാല്യൂഡ് സിഗ്നൽ ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ജി സ്റ്റാർ ഓഫ് എഫ് മോഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് സ്ക്വയർ എന്ന് എഴുതാം. ഇനി എക്സ്പൊണൻഷ്യലിൻ്റെ മോഡ് സ്ക്വയർ വാല്യൂ എന്തായിരിക്കും? 1 ആകും അല്ലേ. എക്സ്പൊണൻഷ്യലിൻ്റെ മോഡ് സ്ക്വയർ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റീറിട്ടൺ ആസ് ദ മീൻ സ്ക്വയർ വാല്യൂ ഓഫ് ദ നോയ്സ് ഈസ് ഈക്വൽ ടു എൻ നോട്ട് ബൈ 2. ഇനി കെയ്ക്ക് ഈ സ്ക്വയർ കൊടുത്തു, അത് ഞാൻ പുറത്തേക്ക് എഴുതി, കെ സ്ക്വയർ, ഓക്കെ. ഇനി ഇൻ്റഗ്രലിനകത്ത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഈ മോഡ് സ്ക്വയർ ഇതിന് കൊടുക്കുമ്പോൾ എന്താണ് കിട്ടിയത്? ജി ഓഫ് എഫ് അല്ലേ. ജി ഓഫ് എഫ് മോഡ് സ്ക്വയർ എക്സ്പൊണൻഷ്യലിൻ്റെ മോഡ് സ്ക്വയർ വാല്യൂ 1 ആകും ഇൻറ്റു ഡി എഫ് എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ നോട്ട് ബൈ 2 ഇൻറ്റു കെ സ്ക്വയർ ഇൻറ്റു വാട്ട് ഈസ് ദിസ്? അക്കോർഡിംഗ് ടു റെയ്ലീസ് തിയറം ഇത് എനർജിയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ. ദാറ്റ് ഈസ് ഇൻറ്റു ഇ എന്ന് കിട്ടി. ഓക്കെ, ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എൻ നോട്ട് ബൈ 2 ഇൻറ്റു കെ സ്ക്വയർ ഇ എന്ന് കിട്ടി. അപ്പോൾ ഇതെന്താണ് കിട്ടിയിരിക്കുന്നത്? മീൻ സ്ക്വയർ വാല്യൂ ഓഫ് ദ നോയ്സ് ആണ് നമുക്ക് ഇതാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. മീൻ സ്ക്വയർ വാല്യൂ ഓഫ് ദ നോയ്സ് ഇതാണെന്ന് കിട്ടി. നൗ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ ആദ്യം തന്നെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കഴിഞ്ഞ ക്ലാസ്സിൽ ആ മാച്ച്ഡ് ഫിൽറ്ററിൽ ഡിറൈവ് ചെയ്തിരുന്നു. എന്തായിരുന്നു അതിൻ്റെത്? സിഗ്നലിൻ്റെ പവർ എങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിഗ്നലിൻ്റെ പവർ ഡിവൈഡഡ് ബൈ നോയ്സിൻ്റെ പവറിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ഞാനവിടെ പറഞ്ഞിരുന്നു അല്ലേ. ഓക്കെ, ഇവിടെ ഓൾറെഡി ജി നോട്ട് ഓഫ് ടിക്ക് നമുക്ക് കിട്ടിയത് എന്താണ്? കെ ടൈംസ് ഇ ആണല്ലേ. അപ്പോൾ ഇവിടെ എന്തെന്ന് നമുക്ക് എഴുതാം? അതിൻ്റെ മോഡ് സ്ക്വയർ വാല്യൂ ആണ്. സോ ഇറ്റ് വിൽ ബി കെ സ്ക്വയർ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഓക്കെ, ദിസ് ഈസ് കെ, ഓക്കെ. ഇതിനെന്താ കിട്ടിയത് നമുക്ക്? ഇതാണല്ലേ. ദിസ് ഈസ് ദ മീൻ സ്ക്വയർ വാല്യൂ ഓഫ് ദ നോയ്സ്. അത് കിട്ടിയിരിക്കുന്നത് ഇതാണ്. സോ എൻ നോട്ട് ബൈ 2 ഇൻറ്റു വാട്ട്? കെ സ്ക്വയർ ഇ. ആ കെ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോവും. ആൻഡ് ഫൈനലി യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2e by n naught, or നമുക്ക് എന്താ ഇപ്പോൾ കിട്ടിയത്? therefore the signal to noise ratio ഈറ്റ, ഓക്കെ, എന്തെന്ന് കിട്ടി? 2e by n naught ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. എക്സാമിന് ഇത് ഇങ്ങനെ തന്നെ ഇത് ചിലപ്പം സോൾവ് ചെയ്യാൻ ചോദിക്കും, പ്രോപ്പർട്ടി ചോദിക്കാതെ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? നമുക്ക് ശരിക്കും മാച്ച്ഡ് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടിലാണ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? ആ ഔട്ട്പുട്ടിലുള്ള ദ ഔട്ട്പുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഓഫ് എ മാച്ച്ഡ് ഫിൽറ്റർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ റേഷ്യോ ഓഫ് ദിസ് ഈസ് സിഗ്നൽ എനർജി. ഈ എന്ന് പറഞ്ഞാൽ ആ സിഗ്നലിൻ്റെ എനർജിയാണ് അല്ലേ. റേഷ്യോ ഓഫ് ദ സിഗ്നൽ എനർജി ടു ദ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. ഓക്കെ, പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി റേഷ്യോ, പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി വൈറ്റ് നോയ്സിൻ്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എൻ നോട്ട് ബൈ 2 ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഒരു വൈറ്റ് നോയ്സിൻ്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് എ വൈറ്റ് നോയ്സ് എന്ന് പറഞ്ഞാൽ എൻ നോട്ട് ബൈ 2 ആണ്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇ ഡിവൈഡഡ് ബൈ എൻ നോട്ട് ബൈ 2 അല്ലേ ഇത്. ദാറ്റ് മീൻസ് റേഷ്യോ ഓഫ് സിഗ്നൽ എനർജി ടു പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. സോ അതാണ് ആ സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത്. സോ ദിസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. സോ ദ പ്രോപ്പർട്ടി ഈസ് സ്റ്റേറ്റഡ് ലൈക്ക് ദിസ്: the output signal to noise ratio of a matched filter
depends only on the ratio of E എന്ന് പറഞ്ഞാൽ സിഗ്നൽ എനർജി to N0/2. N0/2 എന്താണ്? പാർ സ്പെക്ട്രൽ ഡെൻസിറ്റി അല്ലെ, നോയ്സിൻ്റെ സ്പെക്ട്രൽ ഡെൻസിറ്റി റേഷ്യോ ആണ് അല്ലേ, നോയ്സിൻ്റെ സ്പെക്ട്രൽ ഡെൻസിറ്റി ആണ്, പാർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് വൈറ്റ് നോയ്സ് ആണ്. സോ ടു നോയ്സ് സ്പെക്ട്രൽ ഡെൻസിറ്റി റേഷ്യോ, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പ്രോപ്പർട്ടി സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. പിന്നെ തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. മാച്ച്ഡ് ഫിൽറ്ററിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് എ മാച്ച്ഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? G ഓഫ് ക്യാപിറ്റൽ T മൈനസ് T ആണെന്ന് പറഞ്ഞു അല്ലേ. ഇതിൽ നിന്ന് എന്തായാലും നമുക്ക് മനസ്സിലാക്കിയത് അതാണ് അതിൻ്റെ തേർഡ് പ്രോപ്പർട്ടി ഓഫ് എ മാച്ച്ഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻപുട്ടും അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസും തമ്മിൽ മാച്ച്ഡ് ആയിരിക്കും. എന്താണോ നിങ്ങൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത്, എന്ത് കൊടുത്താലും അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടുമായിട്ട് മാച്ച്ഡ് ആയിരിക്കും. എങ്ങനെയാണ് മാച്ചിങ് വരുന്നത്? അതിന് റിവേഴ്സ് ചെയ്ത് T കൊടുത്താൽ മതി. സോ ദിസ് ഇറ്റ് സെൽഫ് ഇസ് ദ തേർഡ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് എ മാച്ച്ഡ് ഫിൽറ്റർ ഈസ് ടൈം റിവേഴ്സ്ഡ് ആൻഡ് delayed version of input. Okay, അതാണ് തേർഡ് പ്രോപ്പർട്ടി പറയുന്നത്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് matched filter. Thank you.